തകർക്കാൻ കേന്ദ്രം ഇടപെടുന്നുവെന്ന ധനമന്ത്രിയുടെ ആരോപണത്തിന് പിന്നാലെ രാഷ്ട്രീയ വിവാദം കനക്കുന്നു. ലൈഫ് മിഷൻ, കെ ഫോൺ എന്നീ അഭിമാന പദ്ധതികളിലേക്ക് കേന്ദ്രം അന്വേഷണം എത്തിയതിന് പിന്നാലെ കിഫ്ബിയെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് വികസന പദ്ധതികൾ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. എന്നാൽ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും അഴിമതി മൂടിവെക്കാനുമാണ് ധനമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്നും സംസ്ഥാനം കണ്ടിട്ടുള്ള മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഗുരുതരമായ അഴിമതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് തോമസ് ഐസക് ഇല്ലാത്ത ഒരു ഉണ്ടയില്ല വെടി ഇവിടെ വെച്ചിരിക്കുന്നത്. കരട് റിപ്പോർട്ടാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. കരട് റിപ്പോർട്ടിന് ഗവൺമെന്റ് മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ടല്ലേ ഫൈനൽ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അഴിമതി ഭരണത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വസ്തുതകൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ധനകാര്യമന്ത്രിയെ കൊണ്ട് ഈ പത്രസമ്മേളനം നടത്തിച്ചിട്ടുള്ളത്. കിഫ്ബി ഇടപാടുകൾ ഇഡി അന്വേഷിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. ഇടപാടുകളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് പങ്കുണ്ടെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം കിഫ്ബിയിലും ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സ്വപ്ന സുരേഷും ശിവശങ്കറും അടങ്ങുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ കൈകൾ കിഫ്ബിയിലെ പദ്ധതികളിലും ഉണ്ടായിരിക്കുന്നു. കിഫ്ബി ഇടപാടുകളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് വ്യക്തമായിട്ടുള്ള പങ്കാളിത്തമുണ്ട്. തോമസ് ഐസക്കും സ്വപ്നയും തമ്മിൽ പലതവണ ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. ശരിയായ അന്വേഷണം ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ കള്ളക്കടത്ത് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഏജൻസികൾ കിഫ്ബി ഇടപാടുകളും അന്വേഷിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, CAG-ക്കെതിരെ ധനമന്ത്രിയുടെ വാർത്താ സമ്മേളനം, കിഫ്ബിക്കെതിരെ, സർക്കാരിനെതിരെ, ധനമന്ത്രിക്കെതിരെ BJPയും പ്രതിപക്ഷവും ഒരുപോലെ. ഏത് രീതിയിലേക്കാണ് കിഫ്ബി കൂടി പുതിയ വിവാദങ്ങളിലേക്ക് കടന്നു വരുന്നത്? എങ്ങനെ ഇത് പ്രതിരോധിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അപർണ, ഇന്നലെ ധനമന്ത്രി നടത്തിയ അസാധാരണ വാർത്താ സമ്മേളനം, CAG-ക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, ഇതൊരു പുതിയ രാഷ്ട്രീയ തലത്തിലേക്ക് വരുന്നു എന്നതാണ് നിലവിലെ പശ്ചാത്തലം. ധനമന്ത്രിക്ക് പിന്നാലെ പ്രതിപക്ഷം ഈ വിഷയത്തിലേക്ക് കൂടുതൽ നിലപാടുമായിട്ട് വന്നു. പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിലേക്ക് ധനമന്ത്രി ഇല്ലാത്ത റിപ്പോർട്ടിന്റെ പേരിൽ എന്തിന് ധനമന്ത്രി ഇത്തരം ഒരു നീക്കം നടത്തുന്നു എന്ന നിലപാടാണ് എടുത്തതെങ്കിൽ BJP ഒരു പടി കൂടി കടന്നു. അതായത് കിഫ്ബിക്ക് പിന്നിൽ വലിയ ഇടപാട്, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ബന്ധമുണ്ട്, ഇതിൽ EDയുടെ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും പുതിയൊരു രാഷ്ട്രീയ തലം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. സംസ്ഥാന സർക്കാർ സംശയിക്കുന്നത് കേന്ദ്ര ഏജൻസിയെ മുൻനിർത്തി കിഫ്ബിക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നു. മറ്റ് കേസുകൾ ഉണ്ടായതുപോലെ, അതായത് ലൈഫ് മിഷൻ, ഒപ്പം തന്നെ കെ ഫോൺ അടക്കമുള്ള പ്രധാന പദ്ധതികളിൽ കേന്ദ്ര അന്വേഷണം വന്നതുപോലെ കിഫ്ബിയെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമിടുന്നു. അത്തരം സാധ്യതകൾ മണത്തറിഞ്ഞുകൊണ്ടാണ്, നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്നലെ ധനമന്ത്രി അത്തരം ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കരട് റിപ്പോർട്ടാണ് അത്. സർക്കാരും CAG-യും തമ്മിൽ നടക്കുന്ന കത്തിടപാടുകളുടെ ഭാഗമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. എന്തായാലും അന്തിമ റിപ്പോർട്ടിലേക്ക് CAG ചില സുപ്രധാനമായ പരാമർശങ്ങൾ നടത്താൻ ഒതുങ്ങുന്നു എന്നതാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ധനമന്ത്രി അത്തരമൊരു വാർത്താ സമ്മേളനം നടത്തിയത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിലാണ് ഈ CAG-യുടെ റിപ്പോർട്ട് പരിഗണനയ്ക്ക് വരുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിലാണ് ഇത് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ കെട്ടടങ്ങിയാൽ പോലും സർക്കാരിന് മേൽ ഒരു വലിയ പ്രതിസന്ധിയായി കിഫ്ബിയുമായി ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയരും. അത് മുൻകൂർ കണ്ട് തടയിടാനാണ് ധനമന്ത്രി ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഉയർന്ന വാദങ്ങൾ പോലെ സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകിടം മറിക്കുന്നു, അതിനെ ഇല്ലാതാക്കുന്നു എന്ന വാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ ബോധപൂർവമായ ചില നീക്കം നടക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ സംശയം. അത് മുൻനിർത്തിയാണ് ഇന്നലെ ധനമന്ത്രി ആ തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ തങ്ങളുടെ നിലപാട് കൂടി വന്ന സാഹചര്യത്തിൽ പുതിയൊരു രാഷ്ട്രീയ വിവാദമായി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. നമുക്കറിയാം, നേരത്തെ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ആദ്യമുയർന്ന വിവാദം കിഫ്ബിയുടെ അക്കൗണ്ടുകളിൽ പരിശോധന നടത്താൻ CAG-ക്ക് സർക്കാർ അനുമതി നൽകുന്നില്ല എന്നതായിരുന്നു ആദ്യമുയർന്ന വിവാദം. അത് നിയമസഭയിലടക്കം ചർച്ചയാവുകയും സർക്കാർ മറുപടി പറയുകയും ഒക്കെ ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകളും കോടതിയിലെത്തുകയും പിന്നീട് ഈ ഹർജികൾ പിൻവലിക്കപ്പെടുകയുമാണ് ചെയ്തത്. പക്ഷേ വീണ്ടും ഒരു ഹർജി
കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുകയാണ്. ഇതിൽ നിയമ പോരാട്ടം സ്വാഭാവികമായും ഉണ്ടാകും. സർക്കാരിന്റെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കും. എന്തായാലും ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതാണ് സർക്കാർ സംശയിക്കുന്നത്. അതാണ് ധനമന്ത്രി ചൂണ്ടിക്കാണിച്ച കാര്യവും. സജിത്ത്, കിഫ്ബിയുടേത് ഓഫ് ബജറ്റ് വായ്പയാണെന്ന് അടക്കമുള്ള നിഗമനങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ തള്ളുകയായിരുന്നു. അതായത് ഈ CAGയുടെ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവരങ്ങളെല്ലാം നേരത്തെ തന്നെ ധനമന്ത്രി തള്ളിയിരിക്കുന്നു. പക്ഷേ ആ വിഷയത്തിൽ ആരോപണങ്ങൾ പ്രതിപക്ഷവും BJPയും ശക്തമാക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും കേന്ദ്ര സംസ്ഥാന ഏറ്റുമുട്ടലിലേക്ക്, വളരെ പ്രത്യക്ഷമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചന കൂടിയാണോ ഉള്ളത്? തീർച്ചയായും. അതായത് ഈ ധനമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഒരു അസാധാരണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം CAGക്കെതിരെ പൊടുന്നനെ സംസ്ഥാന ധനമന്ത്രി ഇത്തരം പ്രസ്താവനകളുമായി രംഗത്ത് വന്നതിൻ്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അത് വ്യക്തവുമാണ് താനും. അതായത് സംസ്ഥാനത്ത് CAG, സംസ്ഥാന സർക്കാരിൻ്റെ ഓഡിറ്റ് പരിശോധന നടത്തുന്നത് CAG ആണ്. CAG കേന്ദ്ര ഏജൻസിയാണ്. CAG അടുത്തിടെ നടത്തുന്ന പല ഇടപാടുകളിലും ഇത്തരം ചില സംശയങ്ങൾ സംസ്ഥാന സർക്കാരിനുണ്ട്. അതാണ് ഇത്തരം ചില കടുത്ത നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നതിന് കാരണവും. മറ്റ് കേസുകളിൽ ഉണ്ടായതുപോലെ CAG എന്ന കേന്ദ്ര ഏജൻസി മുൻനിർത്തിക്കൊണ്ട് കിഫ്ബിയെ കൂടുതൽ സംശയത്തിൻ്റെ നിലനിർത്തി വികസന പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കൂടുതൽ സർക്കാരിന് മേൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം. അതിന് മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും പ്രധാന നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത് അവരുടെ ചില വികസന പദ്ധതികളാണ്. അതിൽ മുഖ്യമായി കിഫ്ബി വഴിയുണ്ടായ നേട്ടങ്ങളാണ് ഉയർത്തിക്കാട്ടാൻ പോകുന്നതും. അങ്ങനെയെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി അത് മുന്നിൽ കണ്ടുകൂടിയാണ് ഇപ്പോഴത്തെ ഈ പ്രതിരോധം. കിഫ്ബിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് ഇറങ്ങാനൊരുങ്ങുന്ന ഇടതുമുന്നണിക്ക് വലിയൊരു തിരിച്ചടി കൊടുക്കുക എന്നതും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താനും ലക്ഷ്യമിടുന്നുണ്ട്. അതാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചു വരുന്ന ഈ വിവാദങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവുന്നതിന് കാരണം. ഏതായാലും കിഫ്ബി വിവാദങ്ങളിലേക്ക് കടക്കുകയാണ്. കിഫ്ബി തകർക്കാൻ കേന്ദ്രം ഇടപെടുകയാണ് എന്ന ധനമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചിരുന്നു. അപ്പോൾ തന്നെ കേന്ദ്ര സംസ്ഥാന ഏറ്റുമുട്ടലിലേക്ക് വിഷയവും വിവാദവും കടക്കുകയാണ് എന്ന സൂചനയാവുകയാണ്. ലൈഫ് മിഷൻ, K-ഫോൺ എന്നീ പദ്ധതികളിലേക്ക് കേന്ദ്രം അന്വേഷണം എത്തിയതിന് പിന്നാലെ കിഫ്ബിയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് വികസന പദ്ധതികൾ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് സർക്കാർ പ്രതിരോധിക്കുന്നത്. എന്നാൽ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് വേണ്ടത്. കിഫ്ബി വായ്പകളിലേക്ക് കൂടി അന്വേഷണം നടത്തണമെന്നാണ് BJPയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ആരോപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് TG സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചയ്ക്കായി ഇന്ന് NDA യോഗം ചേരും. 12:30 പട്നയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുമെന്നാണ് വിവരം. പ്രധാന വകുപ്പുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് BJPയും JDUവും. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ആഭ്യന്തരം സംബന്ധിച്ചുള്ള തർക്കമാണോ ഈ നീണ്ടുപോകുന്നത്? ഏതെല്ലാം രീതിയിൽ വകുപ്പ് വിഭജനം പൂർത്തിയാക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് NDA ക്യാമ്പിന്? അവർണ പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണമെന്ന നിലപാടിൽ JDUവും BJPയും ഉറച്ചു നിൽക്കുന്നത് തന്നെയാണ് തർക്കത്തിന് കാരണം. എന്തായാലും ഭയ്യാദൂജ് ദിവസമായ നാളെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് നടന്നിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിലും ഈ നിലയിലായിരുന്നു ധാരണ. പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആഭ്യന്തരം, ധനകാര്യം, വിദ്യാഭ്യാസം എന്നിവ സംബന്ധിച്ച വകുപ്പുകളിൽ JDUവും അതോടൊപ്പം തന്നെ BJPയും പിടിമുറുക്കിയിരിക്കുകയാണ്. ഒപ്പം സ്പീക്കർ പദവിയും വേണമെന്ന നിലപാട് BJP മുന്നോട്ട് വയ്ക്കുന്നു. മുഖ്യമന്ത്രി പദം എന്നതുകൊണ്ട് മാത്രം സർക്കാരിനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന നിരീക്ഷണത്തിലാണ് നിതീഷ് കുമാർ ഉള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ 74 സീറ്റ് കിട്ടിയ NDAയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ 12 മന്ത്രിപദത്തിൽ കൂടുതൽ വേണമെന്ന ആവശ്യവും സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജിതൻറാം ബാഞ്ചിയുടെ HIM മന്ത്രിപദവി വേണ്ട എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും HIMനും അതോടൊപ്പം മറ്റൊരു ഘടകകക്ഷിയായ PIPക്കും മന്ത്രിസഭയിൽ അംഗത്വം നൽകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. എന്തായാലും സംസ്ഥാന നേതാക്കളുടെ ആവശ്യത്തെക്കാൾ ഉപരിയായി കേന്ദ്ര നേതൃത്വമായിരിക്കും BJPയിൽ അന്തിമ നിലപാട് സ്വീകരിക്കുക. അത്തരം ആശയവിനിമയങ്ങൾ കൂടി നിതീഷ് കുമാറുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ വലിയ തർക്കങ്ങൾ ഇല്ല. ഇനി വകുപ്പുകൾ സംബന്ധിച്ച് തന്നെയാണ് പ്രതിസന്ധി നിൽക്കുന്നത്. ഒപ്പം BJP ചില കോൺഗ്രസ് MLAമാരെ NDA പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. KP അഭിലാഷ് വിശദാംശങ്ങൾ നൽകിയത്.
മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി യൂത്ത് ലീഗ് നേതാവ്. ഇന്ത്യൻ ഹൃദയഭൂമിയിൽ ലീഗ് മണ്ണ് മൂടപ്പെട്ട നിലയിലാണെന്നും ലീഗ് രാഷ്ട്രീയം പറയാതിരുന്നാൽ ജനങ്ങൾ പാർട്ടിയെ മറക്കുമെന്നുമാണ് വിമർശനം. ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് മാത്രം രാഷ്ട്രീയം ഉണ്ടാക്കാനാകില്ല. ഖായിദെ മില്ലത്തും സേഠ് സാഹിബും മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിരുന്നു. ഇപ്പോഴത് ഒവൈസിയുടെ കൈകളിലേക്ക് പോകുന്നുവെന്നും യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി സുപ്രഭാതം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേർന്നു. ഷഹീദ്, യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ, പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കൾ പലപ്പോഴും ഈ വിഷയത്തിനകത്ത് നിശബ്ദത പാലിക്കുന്ന രീതിയിലുള്ള വിമർശനമാണോ മുഖപത്രത്തിലെ ലേഖനത്തിലുള്ളത്? വിശദാംശങ്ങൾ. അപർണ, തീർച്ചയായും നൌഷാദ് മണ്ണിശ്ശേരി യൂത്ത് ലീഗിന്റെ മലപ്പുറം മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അദ്ദേഹം സുപ്രഭാതം പത്രത്തിലെ എഴുതിയ ലേഖനത്തിലാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനം മുന്നോട്ട് വെക്കുന്നത്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി 5 സീറ്റ് നേടിയത് ചൂണ്ടിക്കാണിച്ച് മുസ്ലിം ലീഗ് ഈ തരത്തിൽ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ബീഹാറിലും ഡൽഹിയിലും യുപിയിലുമൊക്കെ നേരത്തെ വലിയ സാന്നിധ്യമായിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു, രാഷ്ട്രീയ സാന്നിധ്യമായിരുന്നു. അവിടെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലുമൊക്കെ മുസ്ലിം ലീഗ് പ്രതിനിധികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഖായിദെ മില്ലത്തിന്റെയും ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെയും ഒക്കെ കാലത്ത്. പക്ഷേ ആ ഒരു കാലഘട്ടം ഇപ്പോൾ പിന്നിട്ട സമയത്ത് ഇപ്പോൾ ആ തരത്തിലൊരു സാന്നിധ്യം, മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം ഉത്തരേന്ത്യയിൽ ബീഹാർ പോലെയുള്ള, പ്രത്യേകിച്ചും ബീഹാറിലെ കിഷൻഗഞ്ച് പോലുള്ള സ്ഥലങ്ങളിൽ വലിയ സ്വാധീനം മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയം പറയാതെ ലീഗിന് മുന്നോട്ട് പോയതുകൊണ്ടാണ്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാതെ രാഷ്ട്രീയം പറയാതെ ലീഗ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉത്തരേന്ത്യ രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലീഗിന് അവിടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമെന്ന് ലേഖനത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നു. അതായത് ഇന്ത്യൻ ഹൃദയഭൂമിയിൽ മണ്ണ് മൂടപ്പെട്ട നിലയിലാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയമുള്ളതെന്ന് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലീഗ് അടുത്ത കാലത്തായി ദേശീയ തലത്തിൽ ഈ സന്നദ്ധ പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ കോടതി ഇടപെടലിലുമൊക്കെ നടത്തി അത്തരമൊരു സാന്നിധ്യം അറിയിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. അതിനെതിരെയും യൂത്ത് ലീഗ് നേതാവ് വിമർശിക്കുന്നുണ്ട്. അതായത് അത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനവും കോടതി വ്യവഹാരം ഒന്നും കൊണ്ടും രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയില്ല. അതിന് രാഷ്ട്രീയം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത് അത്യാവശ്യമാണെന്നൊരു വിമർശനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ചുമതല ഒഴിഞ്ഞത്. ഫലത്തിൽ ഈ ലേഖനം PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ കമ്മിറ്റിക്കെതിരെ കൂടിയാണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഇ.ടി. മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ളവർ ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ളവരാണ്. ഇത്തരം നേതാക്കന്മാർ, പഴയ നേതാക്കന്മാരുടെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ലേഖനം വളരെ കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്. അസദുദ്ദീൻ ഉവൈസി അവസാനമായ ഒരു ചോയ്സ് അല്ല, അതായത് മറ്റൊരു ഗതിയുമില്ലാത്തതുകൊണ്ടാണ് ന്യൂനപക്ഷ രാഷ്ട്രീയം അസദുദ്ദീൻ ഒവൈസിയിൽ കേന്ദ്രീകരിക്കുന്നതെന്നും ഇത് ലീഗിനുള്ള ഒരു മുന്നറിയിപ്പാണെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. ഷഹീദാണ് വിശദാംശങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗിന്റെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് നേതാവ്. കാരാട്ട് ഫൈസൽ കൊടുവള്ളിയിൽ വീണ്ടും ഇടത് സ്ഥാനാർത്ഥി. നഗരസഭയിൽ 15-ാം വാർഡിൽ കാരാട്ട് ഫൈസലാണ് ഇടതു സ്ഥാനാർത്ഥിയെന്ന് PT റഹീം MLA പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായ കാരാട്ട് ഫൈസൽ കരിപ്പൂർ കേസിലും പ്രതിയാണ്. കൊടുവള്ളി നഗരസഭ 15-ാം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് കാരാട്ട് ഫൈസൽ മത്സരിക്കുന്നത്. PT റഹീം MLA ആണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കാരാട്ട് ഫൈസലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഫൈസൽ പ്രതിയാണ്. വിവാദത്തിൽ പെട്ടുനിൽക്കുമ്പോഴാണ് കാരാട്ട് ഫൈസൽ വീണ്ടും ഇടതു സ്ഥാനാർത്ഥിയാകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ജനജാഗ്രതാ യാത്രയിൽ കാരാട്ട് ഫൈസലിന്റെ ആഡംബര കാറിൽ യാത്ര ചെയ്തത് വിവാദമായിരുന്നു. നിലവിൽ കൊടുവള്ളി നഗരസഭയിൽ ഇടതു കൗൺസിലറാണ് കാരാട്ട് ഫൈസൽ. കാരാട്ട് ഫൈസലിന്റെ കള്ളക്കടത്ത് ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് DGPക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി AK സുധീർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. കോവിഡ് കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണ ശബരിമല തീർത്ഥാടനം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ശബരിമല തീർത്ഥാടനത്തിന് തുടക്കമാകുന്നത്. പുതിയ മേൽശാന്തിമാരുടെ സംഘങ്ങൾക്ക് മാത്രമാണ് ഇന്ന് മല കയറി സന്നിധാനത്തെത്താൻ അനുമതിയുള്ളത്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നിയുക്ത ശബരിമല മേൽശാന്തി VK ജയരാജ് പോറ്റിയെയും മാളികപ്പുറം മേൽശാന്തി MN രജികുമാറിനെയും മേൽശാന്തിമാരായി അഭിഷേകം ചെയ്ത് അവരോധിക്കും. തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ സോപാനത്താണ് ചടങ്ങുകൾ നടക്കുക. നടയടച്ച ശേഷം നിലവിലെ ശബരിമല മേൽശാന്തിയായ AK സുധീർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായ MS പരമേശ്വരൻ നമ്പൂതിരിയും രാത്രി തന്നെ മലയിറങ്ങും.
വൃശ്ചികം 1 പുലർച്ചെ മുതൽ പുതിയ മേൽശാന്തിമാരാണ് നട തുറക്കുക. കോവിഡ് രോഗവ്യാപനം കണക്കിലെടുത്ത് വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ മുൻകൂടി രജിസ്റ്റർ ചെയ്തവർക്കു മാത്രമാണ് ഇത്തവണ പ്രവേശനം. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് നിലയ്ക്കലിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തും. മുൻവർഷങ്ങളിൽ പ്രതിദിനം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിയിരുന്ന ശബരിമലയിൽ ഇത്തവണ പ്രതിദിനം 1000 പേർക്കു മാത്രമാണ് ദർശനത്തിന് അനുമതി. വാരാന്ത്യങ്ങളിൽ 2000 പേർക്കും ദർശനത്തിന് അനുമതി നൽകും. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമാമലവാസനേ വ്രതനിഷ്ഠയുടെ വൃശ്ചികം. ശങ്കര ഹരി ആയിരങ്ങൾ കാൽനടയായി, ലക്ഷങ്ങൾ മനസ്സുകൊണ്ട് തേടി നിൻ നടയിലെത്തുന്നു നരജന്മ പുണ്യപാപം. ശബരീശ ദർശനം പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 8:30. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക malayalam.newsarena.com. രാജ്യത്ത് തുടർച്ചയായി 8ാം ദിവസവും പ്രതിദിന കോവിഡ് വർധനവിൽ കുറവ്. 41,000-ഓളം പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ചുള്ള മരണത്തിലും കുറവുണ്ട്. 447 പേർ ഇന്നലെ കോവിഡ് ബാധിച്ചു മരിച്ചു. തുടർച്ചയായ 4ാം ദിവസമാണ് പ്രതിദിന മരണം 500-ൽ താഴെയാകുന്നത്. 7,300-ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ച് ഡൽഹിയിലാണ് ഏറ്റവും അധികം പേർക്ക് ഇന്നലെ കോവിഡ് ബാധിച്ചത്. ഡൽഹിയിൽ കോവിഡിന്റെ 2ാം വരവ് കൂടുതൽ രൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ട്. കാനറ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്ക് ലയനത്തിന്റെ തുടർച്ചയായി സംസ്ഥാനത്ത് കാനറ ബാങ്കിന്റെ 90 ശാഖകൾ പൂട്ടും. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതോടെ നിർബന്ധിത VRSഉം കരാറുകാരെ പിരിച്ചുവിടലും ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. ശാഖകൾ പൂട്ടുന്നത് ഇടപാടുകാരെയും പ്രതികൂലമായി ബാധിക്കും. കാനറ ബാങ്കിനും സിൻഡിക്കേറ്റ് ബാങ്കിനും സംസ്ഥാനത്ത് 709 ശാഖകളും 29 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളുമാണുള്ളത്. ഏകദേശം 4,500-ഓളം ജീവനക്കാർ 2 ബാങ്കുകളിലുമായുണ്ട്. ഏപ്രിലിൽ നടന്ന ലയനത്തോടെ ശാഖകൾ പൂട്ടുമെന്ന ഭീഷണിയും ഉയർന്നിരുന്നു. നിർത്തലാക്കുന്ന ശാഖകളും അത് ലയിപ്പിക്കാനുള്ള ശാഖകളും ഉൾപ്പെടുത്തി സർക്കുലർ തിരുവനന്തപുരം സർക്കിൾ ഓഫീസിലെത്തി. സംസ്ഥാനത്തെ 90 ശാഖകളും മാഹിയിലെ 1 ശാഖയുമാണ് ബാങ്കിന്റെ മറ്റു ശാഖകളിൽ ലയിപ്പിക്കുക. അടച്ചുപൂട്ടലിന്റെ മറ്റൊരു പേരായി ലയനം മാറുമ്പോൾ ഒട്ടനവധി കരാർ ജീവനക്കാർക്കടക്കം തൊഴിൽ നഷ്ടമാകും. സ്വാഭാവികമായും ജീവനക്കാർ ഇത്രയും വേണ്ട, അപ്പോൾ ജീവനക്കാരുടെ എണ്ണം വളരെ കൂടും. അപ്പോൾ എന്തുണ്ടാവും? ബാങ്കുകൾ റിക്രൂട്ട്മെന്റ് എന്നുള്ള സംവിധാനം ഇല്ലാതാക്കും. ഇപ്പം നോക്കണം, പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകളിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾ പണിക്ക് കയറിയത്. അടിസ്ഥാന വർഗത്തിൽപ്പെട്ട എല്ലാ റിസർവേഷനുകളും പാലിക്കുന്നതാണ് പൊതുമേഖലാ ബാങ്കുകൾ. അവർക്ക് പോലും ജോലി ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പരിപൂർണമായും ഇല്ലാതാവുകയാണ്. എല്ലാ ജില്ലകളിലും ശാഖകൾ പൂട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് 10ഉം എറണാകുളത്ത് 10 ശാഖകളും അടക്കും. വരുന്ന നാളുകളിൽ ഇത്തരം അടച്ചുപൂട്ടലുകൾ കൂടുമെന്ന വിലയിരുത്തലാണ് ജീവനക്കാരുടെ സംഘടനകൾക്കുള്ളത്. അടച്ചുപൂട്ടൽ ഇനിയും നിർത്തിയിട്ടില്ല, ഇനിയും തുടർന്നുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പുതിയൊരു സംവിധാനവും കൂടെ വരികയാണ്, ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ പറയുന്ന എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ടെന്നാണ്. ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ബാങ്കിംഗ് സൗകര്യം ലഭിക്കുക. ലയനത്തോടെ 2 പൊതുമേഖലാ ബാങ്കുകൾക്കും കൂടി 900 ശാഖകളായി. ഇത്രയും ശാഖകൾ ബാങ്കിന് ഇവിടെ വേണ്ട എന്നുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടച്ചുപൂട്ടൽ. കാനറ ബാങ്കിന് കൂടുതൽ ശാഖകളുള്ള കർണാടകത്തിലും ശാഖകൾ കുറയ്ക്കാനാണ് തീരുമാനം. അതേസമയം ശാഖകൾ പൂട്ടാൻ ഔദ്യോഗിക നിർദ്ദേശം വന്നിട്ടില്ലെന്നാണ് കാനറ ബാങ്ക് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. നാട്ടിലെങ്ങും വോട്ടങ്കം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ശക്തമായ ത്രികോണ പോരാട്ടമാണ് ഇത്തവണയും നടക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് BJP നേതൃത്വം അവകാശപ്പെടുന്നു. കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് പ്രചാരണം തുടങ്ങി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിലും തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. കേന്ദ്ര സർക്കാർ സഹായത്തോടെ അനന്തപുരിയെ രാജ്യത്തെ മികച്ച നഗരമാക്കി മാറ്റുമെന്നാണ് പാർട്ടിയുടെ വാഗ്ദാനം. ഞാൻ ഈ സരസ്വതി ദേവിയുടെ മുൻപിൽ വെച്ച് ഞാൻ വാക്ക് തരുന്നു, തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ 1ാമത്തെ നഗരമാക്കി മാറ്റാൻ, ലോകോത്തരമാക്കി മാറ്റാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. അതിന് നരേന്ദ്രമോദി ഗവൺമെന്റിൽ നിന്നും ലഭിക്കാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ നേടിയെടുക്കും. VV രാജേഷ് മത്സരിക്കുന്ന പൂജപ്പുര വാർഡിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ O രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. BJP മികച്ച വിജയം നേടുമെന്ന് രാജഗോപാൽ. ഈ തെരഞ്ഞെടുപ്പിൽ
വിജയിച്ച് കോർപ്പറേഷൻ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതേസമയം പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. വെള്ളിയാഴ്ച രാത്രി പാർട്ടിക്കെതിരെ രംഗത്തുവന്ന പ്രാദേശിക നേതാവിനെ തന്നെ ഒടുവിൽ തമ്പാനൂരിൽ സ്ഥാനാർത്ഥിയാക്കി. നമ്മൾ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഇതുവരെ നിന്ന് ചെയ്തത്. പക്ഷേ ഇതൊരു സംവരണ വാർഡായതുകൊണ്ട് എല്ലാവരും കൂടെ എൻ്റെ പേര് തീരുമാനിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് തീരുമാനിച്ചു. എന്നിട്ട് ഇത് വാർഡിലുള്ള എല്ലാ പ്രവർത്തകരും ശ്രീകാര്യം, കാലടി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കോർപ്പറേഷനിലെ മുസ്ലിം ലീഗ് കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ റിബൽ സ്ഥാനാർത്ഥി മത്സരരംഗത്ത്. പാർട്ടിയുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ വനിതാ ലീഗ് മണ്ഡല നേതാവും STU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ടി മൈമുനയാണ് മത്സരത്തിന് കച്ചകെട്ടിയത്. ലീഗ് സെക്രട്ടറി MC മായിൻ ഹാജിയുടെ വാർഡിലെ റിബൽ സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷം പിന്തുണയും നൽകിയിട്ടുണ്ട്. 2 തവണ മുസ്ലിം ലീഗ് വാർഡ് മെമ്പറായിരുന്നു മൈമൂന ടീച്ചർ. വനിതാ ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ്, STU സംസ്ഥാന കമ്മിറ്റി അംഗം, ഉറച്ച പാർട്ടിക്കാരി. പക്ഷേ ഇത്തവണ മത്സരം കോണിക്കെതിരാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജിയുടെ സ്വന്തം നാടായ 42ാം ഡിവിഷനിലാണ് വിമതരുടെ പടനീക്കം. ലീഗിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളുമായിട്ട് ആലോചിക്കാതെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം നിർണയിച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ലീഗുകാർ തന്നെയാണ് സമീപിച്ചത്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ LDFന്റെ പിന്തുണയുണ്ട്. വാർഡ് കമ്മിറ്റിയുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് ലീഗ് നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നാണ് ആരോപണം. ലീഗ് വാർഡ് കമ്മിറ്റിയുടെ ഉറച്ച പിന്തുണ മൈമൂന ടീച്ചർക്കാണെന്ന് ഭാരവാഹികൾ കട്ടായം പറയുന്നു. ലീഗിന്റെ പൂർണ്ണ പിന്തുണ എന്ന് പറയാൻ പറ്റില്ല. ശക്തമായ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഈ സ്ഥാനാർത്ഥിക്കുണ്ട്. ശക്തമായ ഒരു വിഭാഗം, അതായത് പ്രവർത്തകർ കൂടുതലുള്ളത് ഈ വിഭാഗത്തിന്റെ കൂട്ടത്തിലാണ്. വനിതാ ലീഗ് മേഖലാ സെക്രട്ടറി ഷെറീന റിഷാദാണ് മുസ്ലിം ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്ന വെല്ലുവിളി കൂസാതെയാണ് ഷെറീനയുടെ പ്രചാരണം. നാട്ടുകാർക്ക് എല്ലാം നന്നായി അറിയാമെന്ന് ഷെറീന ഉറച്ചു പറയുന്നു. 5ാം വാർഡിൽ സെക്രട്ടറിയേനി, വനിതാ ലീഗ് സെക്രട്ടറിയേനി, പിന്നെ വനിതാ ലീഗ് പ്രസിഡന്റായി, പിന്നെ വനിതാ ലീഗിൽ മേഖലാ ജനറൽ സെക്രട്ടറിയായി. പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ കുടുംബശ്രീയിലുണ്ട്, പിന്നെ ജനങ്ങളിടയിലുണ്ട്, പിന്നെ 3 പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ജനങ്ങളിടയിലുണ്ട്. അപ്പോൾ അവർക്കറിയാൽ എൻ്റെ പ്രവർത്തനം. റിബലായി മത്സരിച്ചാൽ പാർട്ടി നടപടിയുണ്ടാകുമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി KP A മജീദ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നടപടിയെടുക്കട്ടെ എന്നാണ് വിമതപക്ഷത്തിന്റെ നിലപാട്. നമ്മൾ ലീഗുകാർ തന്നെയാണ്, ലീഗിൽ നിന്നൊരു മാറ്റമില്ല. ലീഗിൽ നിന്ന് എന്ത് നടപടി വരികയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. എറണാകുളം കാലടി പഞ്ചായത്തിൽ ഭാര്യയും ഭർത്താവും സ്ഥാനാർത്ഥികളാണ്. KT എൽദോസും ഭാര്യ സുജയുമാണ് അങ്കത്തട്ടിലുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ഇരുവരും. എറണാകുളം കാലടി സ്വദേശി KT എൽദോസിന്റെ വീട്ടിൽ സ്ഥാനാർത്ഥികൾ 2 പേരാണ്. എൽദോസും ഭാര്യ സുജ എൽദോസുമാണ് സ്ഥാനാർത്ഥികൾ. സുജ 1ാം വാർഡിലും എൽദോസ് 2ാം വാർഡിലുമാണ് മത്സരിക്കുന്നത്. 2 പേരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായതിനാൽ വീട്ടിൽ രാഷ്ട്രീയത്തെ ചൊല്ലിയുള്ള തർക്കവുമില്ല. വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇരുവരും. 2ാം വാർഡിനെ പ്രതികരിക്കാനായിട്ട് അവിടുത്തെ നിരവധി ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കാൻ തീരുമാനിച്ചേക്കാണ്. എൻ്റെ പ്രവർത്തനത്തിൽ ഇന്നലെ മുതൽ ഞാൻ ആ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. ചേട്ടൻ മത്സരിച്ചപ്പോൾ 5 വർഷക്കാലം ഞാനും അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. അത് കാരണം ജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ തവണ 1ാം വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ആളാണ് എൽദോസ്. സഹോദരനും LDF സ്ഥാനാർത്ഥിയുമായിരുന്ന വർഗീസിനെയാണ് പരാജയപ്പെടുത്തിയത്. 3 തവണ പഞ്ചായത്ത് അംഗമായിട്ടുണ്ട് എൽദോസ്. കാലടി ശ്രീശങ്കര കോളേജിൽ പഠിക്കുമ്പോൾ സിനിമാ നടൻ ജയറാമിന്റെ സഹപാഠിയായിരുന്നു. അന്ന് SFI പാനലിൽ ക്ലാസ് റെപ്പ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയറാമിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പൂർണ്ണമാകുന്നു ന്യൂസ് റൂം ലൈവ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.news18.com.